പക്ഷെ ഇന്ന് നമ്മളെ നോക്കുന്നത് ബാക്കിയുള്ള കൺട്രീസ് കുറച്ച് ഭയത്തോടെയാണ്. കാരണം നമ്മൾ പോയാൽ മെഡൽ എടുക്കും. അത് ഒളിമ്പിക്സിനായാലും ഏഷ്യൻ ഗെയിംസിനായാലും എന്ത് ചെറിയ മീറ്റിനാണെങ്കിലും നമ്മൾ പോയാൽ മെഡൽ എടുക്കും എന്നുള്ളൊരു വിശ്വാസം ബാക്കിയുള്ള രാജ്യങ്ങൾക്കുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുപോയത് നമ്മളുടെ, എനിക്ക് തോന്നുന്നു, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഇത്രയും ഇൻവോൾവ് ആയിട്ട് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ പോയി മെഡൽ എടുത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആദ്യത്തെ മെഡൽ എടുത്തിട്ട് വന്ന സമയത്ത് ഒരു എന്താ പറയുക, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ഫസ്റ്റ് മെഡലാണ്. പക്ഷേ രാജ്യത്തെ ആൾക്കാർക്കെല്ലാം ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ അന്നത്തെ കാലത്ത് നമുക്കൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു, ചെയ്യണം എന്നുള്ളൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ടാലന്റഡ് ആയിട്ടുള്ള അത്ലറ്റ്സിന് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു, സിസ്റ്റം അങ്ങോട്ട് ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഒരു എന്താ പറയുക, മിഷൻ ഒളിമ്പിക്സ് അല്ല, അല്ലെങ്കിൽ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം, ഖേലോ ഇന്ത്യ, അല്ലെങ്കിൽ സായിയുടെ മറ്റ് പ്രോജക്ട്സ്, ഇതൊക്കെ നമ്മളുടെ അത്ലീറ്റ്സിന് ഇന്ന് റീച്ചബിൾ ആണ്. ടാലന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതറ്റം വരെ പോകാനുള്ള സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടും. ഈ ക്ലബ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അത് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു. കാരണം ആ ഒരു ലെവലിൽ ഇത്രയും ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടും ഇപ്പോഴും അത് അറിയാത്ത സ്ഥലങ്ങളുണ്ട് നമുക്ക്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു കാര്യം അതാണ്. ഇത്രയും ഒക്കെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇത്രയും ഒക്കെ അവൈലബിൾ ആണ് റിസോഴ്സസ്. പക്ഷെ നമ്മൾ ഇപ്പോഴും അത് നമ്മൾക്ക് അതെന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ കുറച്ച് സങ്കടം തോന്നുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, മാക്സിമം പറ്റുന്ന രീതിയിൽ അനൂപുണ്ട് PM-ന്റെ ഓഫീസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ എല്ലാ സപ്പോർട്ടും നമുക്ക് ചെയ്യാം. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ നമ്മൾ മത്സരിക്കുന്ന നമ്മുടെ ഒരു സെൻട്രൽ മിനിസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തോട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ പുതിയ പദ്ധതികൾ ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് സ്പോർട്സിന്റെ ഫീൽഡിൽ. വളരെ സന്തോഷം തോന്നി. കാരണം ഇതൊന്നും വെറും വാക്കായിട്ടല്ല അവർ പറയുന്നത്, അത് ചെയ്യാൻ അവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മളുടെ ഇന്ത്യ നിൽക്കുന്നത് അടുത്ത ഒരു ഒളിമ്പിക്സിന് ഒരുങ്ങാനായിട്ടാണ്. അതായത് 2036 ഒളിമ്പിക്സ് ഇന്ത്യയിലാണ്. അപ്പൊ ഈ വരുന്ന വർഷങ്ങൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ്. ഒരു ഒളിമ്പിക്സ് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേറെ ആരും ഇതുവരെ എനിക്ക് തോന്നിയ ഒരു ശ്രമം നടത്തിയിട്ട് പോലും ഇല്ല. അത് പറയാൻ പോലും ആർക്കും ഭയമായിരുന്നു. പക്ഷേ പ്രൈം മിനിസ്റ്റർ അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഒരു സ്പോർട്സ് ഒരു അത്ലറ്റ് എന്നുള്ള നിലയിൽ ആ ഒരു അനൗൺസ്മെന്റ് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വളരെ പുറയിലാണ്. പക്ഷേ 36 ആകുമ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് ഓഫ് 5 അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ഓഫ് 3 മെഡൽ ടാലിയിൽ വരാൻ പറ്റുവാണെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇന്ത്യയിൽ വളരും. അതൊരു വലിയ ബിസിനസ്സാണ്. ഒരു വലിയ എന്താ പറയുന്ന എല്ലാ മേഖലയിലും സ്പോർട്സ് ചെയ്യുന്ന അത്ലറ്റ്സ് മാത്രമല്ല, എല്ലാ മേഖലയ്ക്കും വളരെ വലിയൊരു എന്താ പറയുക, ഒരു ഉയർച്ചയായിരിക്കും അത് കൊണ്ടുവരിക. അപ്പോൾ 36ലേക്ക് ഈ കാണുന്ന ചെറിയ തലമുറ കുട്ടികളൊക്കെ അന്നത്തേക്ക് എനിക്ക് തോന്നുന്നു നല്ല ഒരു മെഡൽ എടുക്കാൻ പാകത്തിന് നമുക്ക് ഒരുക്കാൻ പറ്റും. അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.